വട്ടശ്ശേരി ഗീവർഗീസ് മാർ ദിവന്യാസ്യോസ് മെത്രാപ്പോലിത്തയുടെ 92ാമത് ഓർമ്മ പെരുന്നാളിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ജന്മനാടായ മല്ലപ്പള്ളിയിൽ അനുസ്മരണ സമ്മേളനം നടന്നു. ചാണ്ടിയുമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. മലങ്കര സഭാ ഫാസിലിൻ പരിശുദ്ധ വട്ടശ്ശേരി ഗീവർഗീസ് മാർ ദിവന്യാസ്യോസ് മെത്രാപ്പോലിത്തയുടെ 92ാം ഓർമ്മ പെരുന്നാളിന് മുന്നോടിയായി മല്ലപ്പള്ളി സെന്റ് ജോൺസ് ബെഥനി ഓർത്തഡോക്സ് വലിയ പള്ളിയുടെയും സെന്റ് ഡയനീഷ്യസ് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിൽ ജന്മനാടായ മല്ലപ്പള്ളിയിലാണ് അനുസ്മരണ സമ്മേളനം നടത്തിയത്. ഇതിന്റെ ഉദ്ഘാടനം ചാണ്ടിയുമ്മൻ MLA നിർവഹിച്ചു. എങ്ങനെയാണ് ഒരു സഭ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാഴ്ചപ്പാടിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതൽ വേണം, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സഭയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള അപ്രോച്ച്. ഒപ്പം സ്വന്തം സഭയോട് താല്പര്യവും സ്നേഹവും ഉള്ളപ്പോൾ തന്നെ ഒരു എക്യൂമെനിക്കൽ കാഴ്ചപ്പാട്, ലോകത്ത് എക്യൂമിനിസത്തിന് ഒരു വെരി വന്നപ്പോൾ അവിടേക്കും സഭയുടെ പ്രതിനിധികളെ അയക്കുവാൻ അദ്ദേഹം കാഴ്ചവെച്ച മനോസ്ഥിതി തീർച്ചയായിട്ടും അതാണ് ഇന്നത്തെ ലോകത്തിന് നമുക്ക് ആവശ്യം. നമ്മുടെ കാര്യങ്ങൾ ചേർത്ത് പിടിക്കുമ്പോഴും നമ്മളോടൊപ്പം നമ്മുടെ പ്രവർത്തനം പൂർത്തിയാക്കുമ്പോഴും ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, ഒരുമയെക്കുറിച്ച് ചിന്തിക്കുവാൻ, കർത്താവിൻ്റെ വചനം ഇവരെല്ലാം ഒന്നാകണം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പിതാവ് ഒന്നായിരിക്കുമ്പോൾ നിങ്ങൾ ഒന്നാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നുള്ള വലിയ ഒരു പ്രാർത്ഥന, ക്രിസ്തുവിന്റെ പ്രാർത്ഥനയുടെ ആ പ്രാർത്ഥനയുടെ തുടർച്ചയാണ് എക്യൂമിനിസത്തിലേക്കുള്ള പിതാവിന്റെ ആ കാഴ്ചപ്പാടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓർത്തഡോക്സ് സഭ സുന്നഹദോ സെക്രട്ടറി ഡോക്ടർ യോഹന്നാൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. 1858 ഒക്ടോബർ മാസം 31-ാം തീയതി ജനിച്ച് 1934 ഫെബ്രുവരി 23-ാം തീയതി ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. കണ്ണുനീരിൻ്റെയും വേദനയുടെയും ഒരു ജീവിതം മാത്രമായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ. വാട്ട് മേക്സ് എ സെയിന്റ്? എന്താണ് ഒരാളെ വിശുദ്ധനാക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയുണ്ട്, നോമ്പുപവാസമുണ്ട്, ആരാധനയുണ്ട്, അങ്ങനെ പലതും അനുഷ്ഠാനങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് പറയാൻ കഴിയുമെങ്കിലും അതിനപ്പുറത്ത് ഒറ്റവാചകത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എൻഡ്യൂറൻസ് മേക്സ് എ സെയിന്റ്. സഹനങ്ങളാണ് വിശുദ്ധനെ സൃഷ്ടിക്കുന്നത്. ഏത് പരിശുദ്ധന്റെ ജീവിതം എടുത്തു നോക്കിക്കോ, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ശാരീരികവും മാനസികവും ചില വിശുദ്ധർക്ക് സാമ്പത്തികവുമായിട്ടുള്ള ഒരുപാട് വേദനകൾ, പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ തിമത്തിയോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മുല്ലപ്പൂമ്പടി വീഴ്ചക്കിടക്കും കല്ലിനുമുള്ള സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ വലിയ തിരുമേനിയുള്ള കർമ്മകുശലതയും അതുപോലെയുള്ള വളരെ ഉയർന്ന ഉന്നത ചിന്തകളും മലങ്കര സഭയെ ആധുനികവൽക്കരിക്കുന്നതിന് അദ്ദേഹം നടത്തിയ ശ്രമങ്ങളുമൊക്കെ അടുത്തു നിന്ന് കാണുവാൻ ഭാഗ്യം ലഭിച്ചു. പരിമല തിരുമേനി ദീർഘനാൾ ജീവിച്ചിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യവും നിഷ്ഠയും അതുപോലെ തന്നെ ഇടവക ഭരണത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും ഒക്കെ കണ്ടുപിടിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഈ രണ്ട് കൈവഴികളിൽ നിന്ന് ആവോളം സ്വീകരിച്ചുകൊണ്ട് മലങ്കര സഭയിൽ ഒരു പുതിയ പന്ഥാവ് വെട്ടിത്തുറന്ന ഒരു പിതാവാണ്. പഴയ സെമിനാരി മാനേജർ ഫാദർ ജോവിൻ വർഗീസ്, കുഞ്ഞുകൊശിപ്പോൾ, പോളസ് ഈപ്പൻ, ജേക്കബ് മാമൻ, രാജു എബ്രഹാം, സണ്ണി എബ്രഹാം, സോമു പി ജോസഫ്, സജി മാത്യു, സാബു ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ 92 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു.